ഹായ് എവരി വൺ. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഒരു ഓഡ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു നാച്ചുറൽ പോയട്രിയിൽ നിന്നും വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? ഓഡിനെ പറ്റിയാണ് അല്ലേ. അപ്പം നമ്മൾ ഈ ഓഡ് എന്ന് പറഞ്ഞത് നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഓഡ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഓഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഓഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെഫിനിഷൻ ഉണ്ട് അല്ലേ. ഡെഫിനിഷൻ ഞാൻ പറയാം. ഓഡ് ഈസ് എ ഫോർമൽ ആൻഡ് ഓഫൺ സെലിബ്രേറ്റിംഗ് എ പോയം typically perceiving or glorifying a person or a place. അതായത് ഓഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു ഷോർട്ട് ലിറിക്കൊക്കെ ഉള്ള ഒരു ചെറിയൊരു പോയം തന്നെയാണ് അല്ലെ. പോയത്തിന്റെ ഒരു ഫോമാണ് ഓഡ് എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്ലേസിനെ പറ്റി പുകഴ്ത്തി സംസാരിക്കുക, അതിൻ്റെ ക്വാളിറ്റീസ് ഗുണങ്ങൾ മാത്രം എടുത്ത് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ ഓഡ് എന്ന് പറയുന്ന പോയറ്റിൽ നമ്മൾ കാണുന്നത് അല്ലേ. ഇനി അതിനകത്ത് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ഇൻ ഇറഗുലർ മീറ്റ്. അതായത് നമ്മുടെ സാധാരണ പോയറ്റിൽ നമ്മൾ കാണുന്ന പോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മീറ്ററോ റിതമോ ഒന്നും ഈ പോയറ്റിൽ ഉണ്ടാവില്ല. അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റാൻസകളിൽ ഇറഗുലർ മീറ്ററിലായിരിക്കും ഈ ഒരു ഓഡ് എന്ന് പറയുന്ന പോയം എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓഡ് എന്താണെന്ന് ഓർത്തിരിക്കുക. ഓഡ് ഈസ് എ ഫോർമൽ ആൻഡ് ഓഫൺ സെലിബ്രേറ്റിംഗ് ഓർ ഗ്ലോറിഫൈയിങ് എ പ്ലേസ് ഓർ പേഴ്സൺ അല്ലെ. ഏതെങ്കിലും വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയയെ പറ്റി കൂടുതലായിട്ടും ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുക. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഓഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഓഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഷെല്ലി അല്ലെ, നമ്മുടെ റൊമാൻറ്റിക് പോയറ്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് പേഴ്സി ബൈഷ് ഷെല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഷെല്ലിയുടെ തന്നെ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് ആൻഡ് ഓഡ് ടു എ സ്കൈലാർക്ക് കേട്ടോ, വളരെ ഫേമസ് ആയിട്ടുള്ള ഓഡുകളാണ്. ഇത് നിങ്ങൾ ലിറ്ററേച്ചർ പഠിക്കുന്ന എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും പഠിച്ചിരിക്കും അല്ലേ, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തതായിട്ട് ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ടു എ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ആൻഡ് പിന്നെ ഓഡ് ടു എ നൈറ്റിംഗേൾ, അതുപോലെ തന്നെ കീറ്റ്സിൻ്റെ ഓഡ് ടു ഓട്ടം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 5 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ 2 ചാപ്റ്ററിലായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഓരോ ഓഡിൻ്റെയും മീനിങ് എന്ന് നോക്കാം കേട്ടോ. ബാക്കി നമ്മൾ പോയത്തിൻ്റെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾ എഴുതുന്നു. അപ്പോൾ എന്താണ് ഓരോത്തിൻ്റെയും ഓരോ സ്റ്റാൻസയുടെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓഡ് വരികയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് ഷെല്ലിയുടെ അല്ലേ, നമ്മൾ ചാപ്റ്റർ 10 ആണ് എടുക്കുന്നത്. അപ്പോൾ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാം. ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1820 അല്ലേ. ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്താണ്? 1820 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ദ പോയം ഈസ് കൺസിഡേർഡ് ആസ് എ പ്രൈം എക്സാമ്പിൾ ഓഫ് പോയറ്റ്സ് പാഷനേറ്റ് ലാംഗ്വേജ് ആൻഡ് സിംബോളിക് ഇമേജറി. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഈ പോയറ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ഗ്രേറ്റ് വർക്കായിട്ട് കരുതപ്പെടുന്നു. അതുപോലെ തന്നെ ഈ വർക്കിൽ ഒരുപാട് ഇമേജറികൾ ഉണ്ട് അല്ലെ, ഒരുപാട് പിക്ചേഴ്സ് ഈ ഒരു ഓഡിൽ വരുന്നുണ്ട്. The poet's passionate language and symbolic imagery, it invokes the west wind. ആരോടാണ്? വെസ്റ്റ് വിൻഡ് അല്ലെ. വെസ്റ്റ് വിൻഡിനെ ഉണർത്തുന്ന ഒരു കവിത, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഇൻവോക്ക് ചെയ്യുക, അതിനെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ളൊരു കവിതയാണ്. ഷെല്ലി കമ്പോസ്ഡ് ടു എ സ്കൈലാർക്ക് ഇൻ ദ സമ്മർ ഓഫ് 1820. ഇനി ടു എ സ്കൈലാർക്ക് ഓഡ് ടു എ സ്കൈലാർക്ക് ആർക്ക് വേണ്ടി എഴുതിയതാണ്? അതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ എഴുതിയതാണ്. വെൻ ഹി വാസ് ലിവിങ് ഇൻ ലിവോറോ, a town on northwest coast of Italy. It is one of his most accessible and popular poems. അപ്പോൾ ഈ 2 പോയിന്റ്സും ഓഡ് നമ്മൾ ഷെല്ലി എന്ന് പറയുമ്പോൾ ഈ ഓഡ് ടു എ വെസ്റ്റ് വിൻഡ് ആൻഡ് ഓഡ് ടു എ സ്കൈലാർക്ക്, ഈ 2 വർക്കും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഓഡ് ടു എ സ്കൈലാർക്ക് ഈസ് ഓൾസോ ആൻ ഇൻവൊക്കേഷൻ ഓഫ് ബേർഡ്. ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് ഒരു വെസ്റ്റ് വിൻഡിനേക്കുള്ള ഒരു ഇൻവൊക്കേഷൻ ആണെങ്കിൽ ടു എ സ്കൈലാർക്ക് എന്താണ്? ഒരു ബേർഡാണ് അല്ലെ, സ്കൈലാർക്ക്. അപ്പോൾ ഒരു ബേർഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവൊക്കേഷൻ, ഒരു ആഹ്വാനമാണ്. വിച്ച് ഈസ് ഇൻവിസിബിൾ. ഇൻ ദിസ് ചാപ്റ്റർ ഹി വിൽ സ്റ്റഡി ബോത്ത് ദ പോയിന്റ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ആദ്യമായിട്ട് നോക്കാം PB ഷെല്ലി. പേഴ്സി ബൈഷ് ഷെല്ലി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. 1892 തൊട്ട് 1822 വരെയാണ് അദ്ദേഹത്തിന് കാലഘട്ടം. ഹി ഈസ് എ മേജർ ഫിഗർ എമംഗ് സെക്കൻഡ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയറ്റ്സ് അല്ലേ. റൊമാൻറ്റിക് കാലഘട്ടത്തിൽ തന്നെ പെട്ട ആളാണ്. അപ്പോൾ ഒരു സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
He was born on August 4, 1792 in West Sussex. അദ്ദേഹത്തിന്റെ ജനനം 1792 A son of Sir Timothy Shelley, a Whig member of Parliament, and his wife Sussex Landover, Shelley grew up in a Horsham, Sussex. Then he matriculated from the University College, Oxford. അപ്പോൾ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമൊക്കെ എവിടെയാണെന്നാണ് പറയുന്നത്. His first publication was a Gothic novel, Sesostri 1812, in which he noticed his early aesthetic views. In 1811, Shelley published his second Gothic novel, St. Ivan, and a pamphlet called The Necessity of Atheism. Shelley completed Prometheus Unbound in Rome, and he spent in mid-1819 writing a tragedy, The Cenci in Lembo Livoro. In this year, prompted other causes by Peterloo Massacre, he wrote his best-known political poet, The Massacre of Anarchy and Men of England. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു എഴുത്തിന്റെ ആ ഒരു ആദ്യത്തെ കാലഘട്ടങ്ങളിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട വർക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓടിനെ പറ്റി പറയുമ്പോൾ നമുക്കതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. These were probably his best remembered works during the 19th century. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളിലെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഇവയൊക്കെ. Around this time period, he wrote the essay The Philosophical View of Reform, which was his most thorough expression of political views. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എസ്സേ ആണ് ദ ഫിലോസഫിക്കൽ വ്യൂ ഓഫ് റീഫോം കേട്ടോ. അപ്പോൾ വർക്കിന്റെ പേരുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അബൌട്ട് ദ പോയിന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയണം, അതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് എന്താണെന്ന് നോക്കാം കേട്ടോ. നോക്കട്ടെ. ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് ഇൻ 1890 അല്ലെ, 1819 ഈ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. In 1890, Shelley wrote Ode to the West Wind when he was at Arno near Florence. അദ്ദേഹം 1819 ഈ Ode to the West Wind എന്ന് പറയുന്ന പോയം എഴുതിയിട്ടുള്ളത്. He wrote it in a wood that skirts the Arno near Florence when that tempestuous wind, whose temperature is at once mild and animating, was collecting the vapors which poured down the autumnal ruins. The ode has a powerful movement driven a series of images. It slows down his section 3 and then gains third in line the poet's inverted spirit towards the close. The west wind represents nature as well as the free spirit of man, untamed and proud. അപ്പോൾ ഇവിടെ വെസ്റ്റ് വിൻഡ് എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് ആരെ തന്നെയാണ്? നേച്ചറിനെ അല്ലെ, പ്രകൃതിയാണ് അദ്ദേഹം വിളിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മനുഷ്യന്റെ ഒരു ആത്മാവിനെ അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം അതുമായിട്ട് കണക്ട് ചെയ്ത് അദ്ദേഹത്തിന് കുറച്ച് ആ ഒരു ഐഡിയ ഈ ഒരു ബോഡിയുടെ എക്സ്പോസ് ചെയ്യുന്നത്. ദ പോയം ഹാസ് 5 sections. 5 സെക്ഷൻ ആയിട്ടാണ് ഈ പോയം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈച്ച് പ്രസന്റിങ് ആസ്പെക്ട് ഓഫ് ഓട്ടം സീൻ. അപ്പോൾ ഓരോന്നിലും എന്താണ് ആ ഒരു പ്രകൃതിയുടെ ഭംഗി അല്ലെ, അതിന്റെ കുറെ ഇമേജറീസ്, വെസ്റ്റ് വിൻഡിനോടുള്ള ഒരു ഇൻവോക്കേഷൻ ഒക്കെ നമുക്ക് ഈ പോയത്തിൽ കാണാം. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു ഇറഗുലർ മീറ്റർ റിതത്തിലൊക്കെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഇതൊരു ഓടാണ്, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കാര്യം കേട്ടോ. ഇനി ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 97. അപ്പൊ നമുക്ക് ഓരോ ഒരു മൊത്തത്തിലുള്ള ഒരു സമ്മറി നമുക്ക് നോക്കാം. എന്താണ് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞാൽ നോക്കാം. The poem opens with alliteration, wild west wind. നമ്മൾ വാട്ട് ഈസ് അലിട്രേഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ, പോയറ്റിക് ഡിവൈസ് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു. ഒരേ ലൈനിൽ തൊട്ടടുത്തടുത്ത വാക്കുകൾ ഒരേ ലെറ്ററിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയും. ഇവിടെ വൈൽഡ് വെസ്റ്റ് വിൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. വൈൽഡ് ഈസ് സ്റ്റാർട്ടിങ് വിത്ത് W. നെക്സ്റ്റ് വേർഡ് വെസ്റ്റ് ഈസ് ഓൾസോ സ്റ്റാർട്ടിങ് വിത്ത് W. Then next word is wind is also starting with W അല്ലേ. അപ്പോൾ 3 വാക്കുകൾ അടുപ്പിച്ച് ഒരേ ലൈനിൽ തന്നെ വരുന്നു. അത് ഒരേ ലെറ്ററിൽ ഒരേ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അലിട്രേഷൻ എന്ന് പറയും. അപ്പോൾ ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് പോയറ്റിക് ഡിവൈസ് അലിട്രേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പോയം എഴുതുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. It is also an apostrophe and personification, destroyer as well as a preserver. In the first section, the poet describes the wild west wind wiping away the dead leaves from the autumn trees. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ തന്നെ അദ്ദേഹം എന്തിനെ കുറിച്ചാണ് വിവരിക്കുന്നത്? ഈ ഒരു വെസ്റ്റ് വിൻഡ് അല്ലെ, കാറ്റ് വീശി. ഓട്ടം സീസണിലൊക്കെ എന്താ, ഇലകളൊക്കെ പൊഴിയുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പൊ ഈ ഒരു കാറ്റ് വന്ന് വീശി നമ്മുടെ ഇലകളൊക്കെ പൊഴിയുന്നു എന്നൊരു കാര്യം അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നു. The image symbolically represents the poet's desire for the wiping out of the old order. എന്താണ് ഈ ഇമേജ്
പ്രത്യേകിച്ച് പറയുന്ന എന്താണ് നമ്മുടെ പഴയ കാര്യങ്ങൾ, നമ്മുടെ